ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നേരത്തെ കുട്ടൻ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോ പറയാൻ ഓർത്തതാ. എന്തേട്ടാ? അടുത്ത ദിവസം നമ്മുടെ അഷിതയുടെ കല്യാണം നിശ്ചയാ. ദേ, എല്ലാത്തിനും മുന്നിൽ കുട്ടൻ ഉണ്ടാവണം. എന്തോന്ന് ഏട്ടാ, അതൊക്കെ പ്രത്യേകിച്ച് പറയണോ? അല്ലെങ്കിൽ തന്നെ നമുക്കിടയിൽ എന്തോന്ന് ഫോർമാലിറ്റീസ്? ഉറപ്പായിട്ടുണ്ടാവും, കൂടെ കട്ടയ്ക്ക് നിൽക്കും. പോരെ? അല്ല, ദുർഗമോളല്ലേ മൂത്തത്? പിന്നെ എന്തിനാ അക്ഷിത മോളെ വിവാഹം ആദ്യം നടത്തുന്നത്? ആ കേട്ടല്ലോ, ഈ ചോദ്യം നാട്ടുകാരുടെ മുഴുവൻ വായിൽ നിന്ന് നമ്മൾ കേൾക്കേണ്ടി വരും. അതിന് പറയേണ്ട മറുപടി മനസ്സിൽ കണ്ടുവച്ചിട്ട് ആരെങ്കിലും കല്യാണത്തിന് ക്ഷണിക്കാൻ പോകാവൂ. ഞാൻ അതിന് വരുമെന്നോ മറുപടി പറയുമെന്നോ ആരും പ്രതീക്ഷിക്കണ്ട. കല്യാണത്തിന് മണ്ഡപത്തിൽ വരും, താലി കെട്ടുമ്പോ പൂവെറിയും, കാല് തൊട്ടാൽ അനുഗ്രഹിക്കും. അതിനപ്പുറം ഒന്നിനും ഞാൻ ഉണ്ടാവില്ല. ആ ചേട്ടാ, എന്താ പ്രശ്നം? അല്ല, ഞാൻ ചോദിച്ചത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അതല്ല, ഇവിടെ വേറെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് ഞാൻ വിശദമായിട്ട് പിന്നെ പറഞ്ഞുതരാം. അഷിതയ്ക്ക് ഇപ്പൊ വന്നിരിക്കുന്നത് വലിയൊരു കുടുംബത്തിൽ നിന്നുള്ള ആലോചന. അത് വിട്ടുപോകണ്ടെന്ന് കരുതി നടത്തുന്നേ ഉള്ളൂ. ദേവേട്ടാ, നിങ്ങൾ എനിക്ക് എത്രയോ വർഷങ്ങളായിട്ടറിയാം. മനസ്സുകൊണ്ട് ഒരു ശത്രുവിനെ പോലും നിങ്ങൾ കുറ്റം പറയില്ല. എന്നാലും ഇവിടെ വന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ പറയാം. അത്യാവശ്യത്തിൽ കൂടുതൽ രണ്ടാനമ്മ പോരെ വസുമതി ദുർഗമ്മോളെടുത്ത് എടുക്കുന്നുണ്ട് അല്ലേ? അതല്ലേ സത്യം? അവരെ നിലയ്ക്ക് നിർത്താൻ ദേവേട്ടന് പറ്റൊന്നുമില്ല. ആ, ഒരു കണക്കിന് നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. ഭാര്യ ആദ്യത്തെ ആയാലും രണ്ടാമത്തെ ആയാലും തലയിൽ കയറിയ തലവേദന തന്നെയാണ്. ചേട്ടൻ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ശരിയാവാതെ എവിടെ പോവാനാ? നാളെ തന്നെ കുട്ടിയെ കൊണ്ടുവന്നോളൂ. ഓക്കെ, ശരി മാഡം. ആ ദുർഗ, കഴിഞ്ഞ ദിവസം ദുർഗയും കിരണിനെയും വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ലായിരുന്നു. ഞങ്ങള് ഒരു ഫംഗ്ഷനിലായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ഞാൻ വിളിച്ചതേ പുതിയൊരു അഡ്മിഷന്റെ കാര്യം പറയാനാ. ഇന്ദിര ടിവിയുടെ ഓണർ പൂർണിമയുടെ മകളെ ഇവിടെ ചേർത്തിട്ടുണ്ട്. അവര് വന്നപ്പോ ദുർഗയെ തിരക്കിയിരുന്നു. എന്നെയോ? അതെ, ദുർഗയുടെ അനിയത്തിയെ അവരുടെ ചെറിയച്ഛന്റെ മകൻ വിവാഹം കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞില്ലേ? അതെ. ദുർഗ ഇവിടെ ഉള്ളതുകൊണ്ടാ കുട്ടിയെ ഇവിടെ ചേർക്കുന്നതെന്നാ അവര് പറഞ്ഞേ. ധ്വനി എന്ന ആ മോളുടെ പേര്. ആള് ക്ലാസ്സിലുണ്ട്. ശരി മാഡം, ഞാൻ നോക്കിക്കോളാം. ഇറ്റ്സ് ഓക്കെ. ഞാൻ വിവരം പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ശരി. ഗുഡ് മോർണിംഗ്. ഈ ക്ലാസ്സില് ഒരു പുതിയ കുട്ടി വന്നിട്ടുണ്ടല്ലോ. ആരാ? ഹായ്.